താനൂർ തെയ്യാലയിൽ വാടക ക്വാർട്ടേഴ്സിൽ ഗൃഹനാഥൻ തലയ്ക്കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യയും സുഹൃത്തും കസ്റ്റഡിയിൽ. കൃത്യം നടത്തിയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കസ്റ്റഡി വിവരമറിഞ്ഞ താനൂർ സ്റ്റേഷൻ പരിസരത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. താനൂർ തെയ്യാല വാടക ക്വാർട്ടേഴ്സിൽ താനൂർ അഞ്ചുടി സ്വദേശി പൗറകത്ത് സവാദ് കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഭാര്യ സൗജത്തും സുഹൃത്ത് സൂഫിയാനും പോലീസ് കസ്റ്റഡിയിലായത്. ഭാര്യയുടെ സുഹൃത്ത് ബഷീറാണ് കൊലപാതകം നടത്തിയത്. ഭാര്യയ്ക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട്. ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അയാൾ നാട്ടിൽ വന്നിട്ടുള്ളത്. 2 ദിവസത്തേക്ക് അവധിക്കാണ് അയാൾ വന്നിട്ടുള്ളത്. വന്നതിൻ്റെ അന്ന് തന്നെ ഈ വീട്ടിൻ്റെ പരിസരത്ത് വന്ന് ഒരു അറ്റംപ്റ്റ് നടത്തി. അത് ഫെയിലിയറായി. അന്ന് തിരിച്ചുപോയി. 3-ാം തീയതി രാത്രി വീണ്ടും വന്നു. അന്നാണ് ഈ കൃത്യം ചെയ്തത്. ബന്ധമുണ്ട്. ആ ബന്ധം നാട്ടുകാരും ബന്ധുക്കളൊക്കെ പലതവണ പിടിച്ച് താക്കീത് ചെയ്തിട്ടുമുണ്ട്. എല്ലാവർക്കും ആ ബന്ധത്തിനെക്കുറിച്ച് അറിയാം. പലതവണ താക്കീത് ചെയ്തെങ്കിലും സ്ത്രീ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ ഇയാളെ ഒഴിവാക്കിയിട്ട് മറ്റേയാളുമായിട്ട് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തത്. അതിന് സഹായിയായിട്ട് നിന്നത് ഈ തെയ്യാല സ്വദേശിയായിട്ട് ഇവിടെ കാസർഗോഡ് പഠിക്കുന്നൊരു പയ്യനാണ്. ആ പയ്യനിപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അവനാണ് അവിടെ നിന്ന് കാർ അറേഞ്ച് ചെയ്ത് കൊടുത്തതും ആ കാറിലാണ് രണ്ടുപേരും കൂടി ഇവിടെ വന്നതും ഈ ഗൾഫുകാരൻ ഇവിടെ വന്നിട്ട് ഇത് ചെയ്തത്. കൃത്യം നടത്താനായി പ്രതി വിദേശത്തു നിന്ന് 2 ദിവസത്തെ അവധിക്കാണ് എത്തിയത്. പ്രതിക്ക് വാഹനം ഏർപ്പാടാക്കി നൽകിയതും കസ്റ്റഡിയിലുള്ള സൂഫിയാൻ എന്ന സുഹൃത്താണ്. മരണം ഉറപ്പാക്കാൻ സവാദിന്റെ കഴുത്തു മുറിച്ചത് ഭാര്യ സൗജത്ത് തന്നെയാണ്. തന്നെ തലച്ചോറ് ചിതറുന്ന തരത്തിലുള്ള അത്രയും ഹെവി ആയിട്ടുള്ളൊരു ഹിറ്റാണ് തലയിൽ ആദ്യം കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്ത് ഈ അവൻ മരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഭാര്യ തന്നെയാണ് കഴുത്തറുത്തത്. ആദ്യത്തെ അടിയിൽ തന്നെ ഈ ബ്ലഡ് തെറിച്ചിട്ട് കുട്ടി അറിയുന്നുണ്ട്. കുട്ടി അറിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷമാണ് അകത്ത റൂമിലുള്ള ഉമ്മയോട് ചെന്ന് പറയുന്നത്. ഉമ്മ പുറത്ത് വന്നിട്ട് കുട്ടിയെ അകത്താക്കി കഥക് പൂട്ടി. കഥ പൂട്ടിയതിന് ശേഷമാണ് ഉമ്മ വന്നപ്പോൾ ഭർത്താവ് ഞരങ്ങുന്നുണ്ട്. അപ്പം ഞരങ്ങുന്നുണ്ടപ്പോൾ ഒരു പക്ഷേ നാട്ടുകാരൊക്കെ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി ജീവൻ തിരിച്ചു കിട്ടും എന്ന് കരുതി അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടാമത് കഴുത്തറുത്തത്. കൃത്യം നടത്തിയത് പ്രതിയുമായി ഒരുമിച്ച് താമസിക്കാനാണെന്നാണ് ഭാര്യയുടെ മൊഴി. സുഹൃത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കസ്റ്റഡിയിലായ വിവരമറിഞ്ഞ വൻ ജനക്കൂട്ടമാണ് താനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടിയത്.